Comedy Masters, Comedy Masters, Comedy Masters, Comedy Masters, Comedy Masters, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അടിപൊളി ഇടിപ്പെട്ട് വിത്ത് ഫയർ. അത് സൂപ്പറായിരുന്നു. ഞാനൊന്ന് ആദ്യം പേടിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ പരിപാടി ഇങ്ങ് ഓണാക്കണ്ടേ? പിന്നെ വേണ്ടേ? ഇന്ന് നല്ല നല്ല പച്ച, അതും നിയോൺ പച്ച കളറ്. അതായത് നോക്കുന്നവരുടെ കണ്ണ് നോക്കിയിട്ട് തെറിച്ചു പോണം. അതുപോലെ ഈ പച്ചക്കാന്ന് ഉദ്ദേശിച്ചത് അത് വേറൊന്നുമില്ല. ഒരു തുടങ്ങുമ്പോ നമുക്കൊരു ഇത് വേണം. അതിന് വേണ്ടിട്ട് പറഞ്ഞ ഏത് ഒരു പഞ്ചിന് വേണ്ടിട്ട്. ആയിക്കോട്ടെ. സാധാരണ എനിക്കിട്ടാണല്ലോ പച്ചക്ക് തരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കളിച്ചു തിരിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ എപ്പിസോഡ് കുറച്ചുകൂടെ ഗംഭീരമാക്കാൻ വേണ്ടി ഒരാളിവിടെ എത്തിയിട്ടുണ്ട്. ആ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു 2 മിനിറ്റ് സമയം തരണം. എനിക്കൊന്ന് കൂടുതലായിട്ട് പറയണം. അധികം മലയാളം കുറച്ചായിരിക്കും പറയാം. കാരണം ഞാനിവിടെ വർത്താനം പറഞ്ഞു തുടങ്ങിയാൽ തന്നെ ആ വ്യക്തി ബാക്കിൽ ഇരുന്ന് ചിരിക്കും. കാരണം അത്രയ്ക്ക് ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഏതൊരു ഏജ് ഗ്രൂപ്പിന്റെയും കൂടെ നന്നായിട്ട്, അതായത് ഭയങ്കരമായിട്ട് ജെല്ലപ്പ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ ഡാൻസിനാണെങ്കിൽ റെഡിയാണ്, ഡപ്പാങ്കുത്തിനാണെങ്കിൽ റെഡിയാണ്, ക്ലാസിക്കലാണെങ്കിൽ റെഡിയാണ്. ഇനി ഈ ഡാൻസ് പരിപാടി കഴിഞ്ഞ് തല്ലാൻ പോകണമെങ്കിൽ അതിനും കൂടെ വരും സപ്പോർട്ടായിട്ട്. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും തുറന്നു പറയാൻ പറ്റും. പക്ഷെ ഒരു ഹെൽപ്പ് ചെയ്യില്ല, കേട്ടോണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ സ്വന്തം ആളെ പോലെ തോന്നിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വരാൻ പോകുന്നത്. സ്വന്തം ആളെ പോലെ തോന്നിക്കുന്ന പറയുമ്പോ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ശരി, സ്വന്തം ആള് സമ്മതിച്ചു. സ്വന്തം ആള് എന്നെ ദത്തെടുക്കാൻ വേണ്ടി റെഡി ആയിരുന്നു. പിന്നെ ഞാനാ വേണ്ടാന്ന് ഞാൻ ആളെ കണ്ടിട്ടേ ഞാൻ പറയുന്നുള്ളൂ. എന്താ അല്ല, ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും അറിയാവുന്ന വളരെയധികം ഒരുപാട് വർഷത്തെ പരിചയമുള്ള നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. പക്ഷെ ഈ വ്യക്തി വരണമെങ്കിൽ ഇത്രയും ഒന്ന് ഡയലോഗ് പോരാ. നാദിക പണ്ട് വൈശാലിനെ, നാദിക്കല്ല കൊണ്ടുവന്നത്, ഞാൻ പറയാൻ വരുമായിരുന്നു. വൈശാലിനെ കൊണ്ടുവന്ന്, വൈശാലി എങ്ങനെയായിരുന്നു ഋഷി സിംഗിനെ കൊണ്ടുവന്നത്? വൈശാലിനെ കൊണ്ടുവന്ന വൈശാലി പിന്നെ ഋഷി സിംഗിനെ മഴ പെയ്യിപ്പിക്കാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നില്ലേ? അല്ലെങ്കിൽ തന്നെ എനിക്ക് നാട്ടിലൊരു പേരുണ്ട് ഋഷി സിംഗ് എന്ന്. അന്നറിയാം, നമ്മുടെ നാട്ടിൽ എന്നെ ആദരിക്കാൻ വേണ്ടിട്ട് 2 പ്രാവശ്യം ഫംഗ്ഷൻ നടത്തി. 2 പ്രാവശ്യം വീഡിയോ ഇട്ട് മഴയായിരുന്നു. ഋഷ്യശൃംഗനല്ല, ഋഷ്യശൃംഗാരൻ. അത് ഓക്കേടാ, നിന്റെ ഈ കോമഡി എനിക്കതൊരു കറയായിട്ട് ഞാനേ ആ ഗസ്റ്റിനെ ഒന്ന് സ്വാഗതം ചെയ്യട്ടെ. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു ഡാൻസ് നമ്പർ പാട്ട്. കാരണം ഇക്ക ഇവിടെ പാടുന്നു, നമ്മുടെ ഗസ്റ്റ് ഡാൻസ് കളിച്ചു നൃത്തമാടി വരുന്നു. മൈക്ക് തരൂ. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ, തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.
സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ കവിയുടെ ഗാനരസാമൃത ലഹരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ആരും ഇപ്പൊ മിണ്ടില്ലാതെ ഈ പാവം ഇങ്ങനെ തന്നെ നിന്ന് ഞാനവിടെ നിന്നേനെ എനിക്കെല്ലാം അഹങ്കാരമൊന്നുമില്ല. താങ്ക് യു ഇക്ക. ഓ ചേട്ടാ വിചാരിച്ച പോലെ. ഗംഭീര ഓപ്പണിംഗ് ആയിരുന്നു. താങ്ക് യു ഇക്ക. ഗംഭീര പാട്ടും അടിപൊളി. അതെ എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇക്കടെ കൂടെ പാട്ട് പാടി ഒരു ഡാൻസ് കളിക്കണമെന്ന്. ഇക്ക പാട്ട് പാടി ഡാൻസ് കളിക്കണമെന്ന്. പാട്ട് പാടി ഞാൻ പാടിയിട്ട് ഇക്ക ഡാൻസ് കളിക്കാനോ? അങ്ങനെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ദേവി ചേച്ചിയെ കൊണ്ട് നമ്മൾ പാട്ട് പാടിപ്പിക്കും, നാദക്ക് അതിന് ഡാൻസും കളിക്കും. അതെ അതാണ് സ്പിരിറ്റ്. ഞങ്ങള് അങ്ങനെ അങ്ങനെ അതാണ് സ്പിരിറ്റ്. അതാണ് സ്പിരിറ്റ്. സ്പിരിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തേനെ. സ്പിരിറ്റ് വേണോ? വേണ്ട വേണ്ട. പകർച്ചേട്ടൻ രാവിലെ പോലെ ഭയങ്കര സ്പിരിറ്റിലാണ് എല്ലാം. ലേഡീസ് പറഞ്ഞ ദിവസം ഇവനെങ്ങനെയാണ് സ്കൂളിൽ കോമഡി അടിക്കും. ഇക്ക പാട്ടും ഞാൻ പാടും. ഞാൻ പാടും. ഒരു പാവപ്പെട്ടവൻ വരുവാണ്, ഒരു പാട്ടും ഇല്ല, ആ വീട് മരണ വീട് പോലെ ആയിരിക്കും. കാലെ പിടിക്കണം. ഒരു പാട്ട് വേറൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ പാട്ട് പാടുമ്പോൾ അതിന് ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരാൾ വന്നാലല്ലേ ആ പാട്ട് വരത്തുള്ളൂ. അതാണ് ഇതൊരു ഒന്നൊന്നര വരവായി പോയി. അതെ. അപ്പൊ എന്തായാലും ദേവി വേറെ കാര്യമുണ്ട്. ആ ഓപ്പണിങ്ങിന്റെ സ്റ്റെപ്പ് ഒന്ന് കാണിച്ച്. കാലിട്ട് തൊഴിച്ചേ. തൊഴിക്കുന്ന സ്റ്റെപ്പ് മാത്രം. ഞാൻ ഇങ്ങോട്ട് മാറി നന്നായി. അപ്പൊ ഇപ്പോഴാണ് ഈ സ്റ്റേജ് ശരിക്കും പറഞ്ഞ ഒന്നും കൂടെ ഓളായത്. മറ്റത് എനിക്ക് മാത്രമായിരുന്നു ഓളം ഉണ്ടായിരുന്നു. അറിയാലോ, ഓളത്തിന്റെ ആ ഓ മറ്റേ ഊളാന്നാക്കാനായിരുന്നു എനിക്ക് മനസ്സിലായി. മറ്റേ പച്ചക്ക പോലെ സാധനം വേണോ? വേണം വേണം വേണം. അപ്പൊ രണ്ടോളം. ഇല്ല കൊള്ളാം. വീണ്ടും ഒരു ഗോൾഡൻ അവാർഡും കൂടെ തന്നിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ദേവി ചേച്ചി നമ്മുടെ പരിപാടിയിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. എനിക്കും സന്തോഷം. കാരണം ഇങ്ങനെ രാധക്കയുടെയും ഭക്തന്റെ ഒക്കെ കൂടെ നിൽക്കുമ്പോൾ ഇവരുടെ കൂടെ ഒക്കെ സ്റ്റേജിൽ ഒന്നിച്ച് ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെക്കാളും എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും LKG ഒന്നിച്ച് പഠിച്ച അവിടെ ഒരു സീനുണ്ട് ദേവി ചേച്ചി. പ്രായം പുറത്ത് വന്നു. കാരണം ഇല്ല ഞാൻ പറയട്ടെ, ഈ കുറെ വർഷമായിട്ട് സ്റ്റേജിൽ ഒരുമിച്ച് ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെ സുബി, ഇവള് ദേവി, പിന്നെ തെസ്നി, ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഒരുപാട് സ്കിറ്റുകളിൽ സ്റ്റേജ് ഷോസിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ഇവരുള്ളൊരു ധൈര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ നമുക്ക് ദേവിചന്ദ്രനെ വിളിക്കാം. ദേവി ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയയിലേക്ക് നോക്കണ്ട. പിന്നെ ഡാൻസും കളിച്ചോളൂ. അല്ല, നമുക്ക് ആ ഏരിയയിലേക്ക് നോക്കണ്ട. അവിടെ വന്നിട്ട് അല്ല, ആ ക്യാരക്ടർ എന്തെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒന്നുമല്ല. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ അതിനുള്ള ബോധമുണ്ട്. ഇതിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ മോഡുലേഷൻ ഇങ്ങനെ ആയിരിക്കണം. അതിന് പ്രത്യേകിച്ച് ഒരു ഡയറക്ടർ പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക ഒന്നുമില്ലാതെ കറക്റ്റായിട്ട് ചെയ്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പെർഫോം ചെയ്ത് ഓഡിയോ എങ്കിൽ ഓഡിയോ, വീഡിയോ എങ്കിൽ വീഡിയോ, സ്റ്റേജ്. ആ ഒരു കാര്യം പറഞ്ഞാൽ പറയാതെ വയ്യ. കാരണം നാദക്കയുടെ മാവേലി കൊമ്പത്തിൽ ഞാൻ ഒരുപാട് സ്കിറ്റുകളും പാട്ടുകളും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നാദക്ക പോയിട്ടുള്ള ട്രിപ്പുകളിൽ എനിക്ക് പോവാൻ പറ്റാത്ത അവസരത്തിൽ പോലും എൻ്റെ ശബ്ദ സാന്നിധ്യം സ്കിറ്റ്, ഓഡിയോ റെക്കോർഡഡ് സ്കിറ്റ് ഇല്ലേ? റെക്കോർഡഡ് സ്കിറ്റ് അമ്മയുടെ, മോളുടെയും, അനിയത്തിയുടെയും, ജേടത്തിയുടെയും, വേലക്കാരിയുടെയും എല്ലാത്തിന്റെ ശബ്ദം മിക്കവാറും പഠിച്ചിട്ടുണ്ട്. പാട്ട് പാടിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഇക്ക സാഹസം ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ, ദേവിക്കറിയില്ല. ആ സ്റ്റേജിൽ ഇതിന്റെ സ്കിറ്റിനകത്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടി കഴിയുമ്പോൾ ഓഡിയൻസ് കൂവണം. അപ്പൊ ഞാൻ ഈ തമാശക്ക് പറഞ്ഞ കാരണം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ എന്തും പറയാവുന്നുള്ളത്. ആ ഒരു ഫ്രീഡത്തിലാണ് ഞാൻ ദേവിയുടെ അടുത്ത് പറഞ്ഞത്. ദേവി ഗംഭീര പാട്ടുകാരിയാണ്. ഈ പാട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ദേവിയുടെ അത് മാത്രല്ല വേറെ ഉണ്ടല്ലോ കലാപരമായിട്ട് എന്താ ഉണ്ട്. പിന്നെ മുഖം കൊണ്ട് മാത്രമുള്ള മൈമുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ ഞെക്കിപ്പിഴിഞ്ഞെടുത്തിട്ട് വിടത്തുള്ളൂ. അല്ലല്ല, പക്ഷേ ദേവി ചേച്ചി നമുക്ക് ദേവി ചേച്ചിയുടെ വരും എപ്പിസോഡുകളിൽ ഇങ്ങനത്തെ ഓരോ പെർഫോമൻസും കാര്യങ്ങളും കാണാം. ദേവിയായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതല്ല ഓരോന്നോരോന്ന് അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഗംഭീര എപ്പിസോഡ് ആയിരിക്കും എന്നുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്ന ദേവി ചേച്ചിയാണ്. ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രയ്ക്കും വലിയ ബോണ്ടിങ് ആണ്. ഒരുപാട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ദേവി ചേച്ചി. അപ്പൊ ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ പറഞ്ഞുതരാം. ഒന്ന് സെറ്റിൽ ആവാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ബ്രേക്കിന് പോവാം. ഓക്കെ, കോമഡി മാസ്റ്റേഴ്സിന് ഒരു ഷോർട്ട് ബ്രേക്ക്. ദേവി ചേച്ചി
കൗണ്ടർ മണി നൽകാനുള്ള സമയമായിരിക്കാണ്. കൗണ്ടർ മണിയും ചിരിക്കുറ്റി എന്നാന്നൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അറിയാം അറിയാം. ഓക്കെ, അപ്പൊ നാദിക പകച്ചേട്ടാ നമുക്ക് ആരംഭിച്ചാലോ? റെഡി. ആദ്യം വരാൻ പോകുന്ന ടീം ഏതാന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഞങ്ങളാണ് ടീം സി കമ്പനി. കഴിഞ്ഞ സ്കിറ്റിൽ നല്ല അഭിപ്രായമാണ് വന്നത്. അപ്പം പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ പെർഫോമൻസ് ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ടീം സി കമ്പനി. കൊള്ള സങ്കേതം. കഴിഞ്ഞ തവണ നിങ്ങൾ വന്ന് ഇവിടെ പെർഫോം ചെയ്തതിന് നിങ്ങൾക്ക് എത്രയാണ് കൗണ്ടർ മണി ലഭിച്ചത്? 28,000 രൂപ. ടോട്ടൽ 28,000 കിട്ടി. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? 2 ആഴ്ച കൂടുമ്പോ ഇവിടെ വരിക, ഇങ്ങനെ 30, 50 അങ്ങനെ പൈസ ഉണ്ടാക്കി ഓരോ മാസം ഇതിപ്പോ സാലറി പോലെയായി. ആ കിട്ടിയ പൈസ എന്നെ ചെയ്തു? ഗോവയ്ക്ക് കൊണ്ടക്കളഞ്ഞോ? ഗോവയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത് തികഞ്ഞില്ല. അമറക്ബർ ആന്റണി അതല്ലേ അവസ്ഥ? മനസ്സിലായി. ശരി, അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് ഗോവയ്ക്ക് പോകാൻ പറ്റട്ടെ. നമുക്ക് ആദ്യം പിടിവള്ളി എത്ര കിട്ടും എന്നുള്ളത് നോക്കാം. ഇന്ന് ആരാണ് കറക്കുന്നത്? റിജിൻ ടി പി. കറക്ക റെഡിയാണോ? ഒരൊറ്റ കറക്കം. അങ്ങോട്ടേക്കാണ് കറക്കേണ്ടത്. കറക്കിക്കോ. കറങ്ങി. അതാ ഇല്ല, ആദ്യത്തെ 10 കടന്നുപോയി. ഒരു 4,000 എങ്കിലും തിരിച്ചു കറങ്ങുകയാണ്. ഓക്കെ, ഇനി ഒരു മിനിറ്റ്. എല്ലാരും തിരിഞ്ഞാ ചിരിമീറ്ററിലേക്ക് നോക്കിക്കോ. ചിരിമീറ്റർ കറങ്ങി വരുമ്പോൾ നിങ്ങളുടെ ബാലൻസ് ഇപ്പോൾ ഉണ്ടാവുന്നത് എത്ര നോക്കട്ടെ. ആദ്യം 8,000 റുപ്പീസ് അതിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. രാവിലെ ഒരു ക്യാമറ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ മുതുക്കിന്റെ കൂത്താട്ടം കാണാനാണ് നിങ്ങൾ വിളിച്ചോണ്ട് വന്നത്. പിന്നെ 2 പൊറോട്ടയ്ക്കും ചാറിന് ഇരിക്കുന്ന ഡിസ്കോ ഡാൻസർ. എടാ, അത് ഉള്ളത് കുലുക്കാൻ കാണുന്ന അവിടെ എനിക്കറിയാം. അണ്ണ എന്തു അണ്ണ അത്? എടാ, ഡിസ്കോ എന്ന് ഞാനാ പറഞ്ഞു. ഞാനോർത്ത ഇവൻ ഈ കിളിമീന്റെ കോസ്റ്റ്യൂം ഇട്ട് ഇവിടെ വന്നിരിക്കുന്നു. നിന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ട്രാക്കേന്ന് വിളിക്കില്ലെന്ന്. അത് പിന്നെ കണ്ട്രാക്കെ പണ്ട് കാലം തൊട്ട് ഈ കൊള്ളത്തലവന്മാരുടെ പേര് ബോസേ എന്ന് ഞാൻ വിളിക്കാൻ മടുത്ത്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ കണ്ട്രാക്കെന്ന് വിളിച്ചത്. നിനക്ക് എത്ര വയസ്സുണ്ടാ? ഈ ചിങ്ങം വരുമ്പോ 40. ഈ 40 വർഷം നീ നിന്റെ അച്ഛനെ അച്ഛന്ന് തന്നെ അല്ലേ വിളിച്ചത്? ഒരു വെറൈറ്റിക്ക് വേണ്ടി നിനക്ക് കളിയാന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. ഓന്ത് വർക്കിയുടെ മോൻ വെറൈറ്റി ഉണ്ടാക്കണം. എന്റെ അച്ഛൻ ഓന്ത് വർക്ക് വിളിച്ചാണ്ടല്ലോ. എടാ, 8ഉം 8ഉം ചെയ്യാത്ത പിള്ളേർക്ക് ഡൈനോസറിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് ഓന്തിരെ പിടിച്ചു കൊടുത്ത നിന്റെ അച്ഛനെ ഞാൻ സാറേന്ന് വിളിക്കാടാ. ഇത്രയും നാളും നിങ്ങളെ ഞാൻ ബോസേന്നാണ് വിളിച്ചത്. നീ അങ്ങോട്ട് ബോസേട്ടാന്ന് വിളിക്കാം. നിന്റെ ഉയരെടുത്ത്. മിസ്റ്റർ, ഇന്നലെ ഞാൻ നിന്നോട് മ്യൂസിയം കൊള്ളടിക്കാൻ പോയിട്ട് എന്തായി? ഞാൻ അവിടുന്ന് ഒന്നും എടുത്തില്ല ബോസ്. അതെന്താ നീ ഒന്നും എടുക്കാണ്ട് പോന്നെ? അവിടെയുള്ള ഓരോ സ്ഥലങ്ങൾക്കും 150 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. പുതിയ ഒരു സാധനം ഇല്ലായിരുന്നു ബോസ്. ആണ്ട്ര, പുതിയ സാധനം ഇല്ലെന്ന് പറഞ്ഞ അവൻ ഒന്നും എടുത്തില്ല. മഹാഭാവി, നിനക്കതൊക്കെ പിറക്കി എടുക്കാൻ പാടില്ലായിരുന്നു. നമുക്ക് ഏതെങ്കിലും ആക്രി കടക്കാരനെ കൊണ്ട് കൊടുക്കാമായിരുന്നു. ജാക്സൺ, യെസ്, ഞാൻ ഇതിനെ കൊണ്ടുവരാൻ പറഞ്ഞ നാഗമാണിക്കും അവിടെ. ജെനുവിൻ ക്വസ്റ്റ്യൻ. ഓക്കേ, പോക്കറ്റിലോട്ട്. വെരി ഗുഡ്. അതിന് തരൂ. എന്താ പിടിച്ചോ? നാഗമാണിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞത് രാജമാണിക്കുന്ന തിരിയോട്ട് എനിക്കൊന്ന് കാണണ്ട. ഞാൻ അവനെ പണ്ടേ ഉപേക്ഷിച്ച് വിട്ടേക്കണം. ജഗ്ഗു, മിസ്റ്റർ ജഗ്ഗു, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? നിന്റെ മുറിയിൽ നിന്നും പല രാത്രികളിലും പല അപശബ്ദങ്ങളും കരച്ചിലും ബഹളവും ഞാൻ കേൾക്കാറുണ്ട്. അയ്യോ, അപ്പൊ എന്റെ ഹെഡ്സെറ്റ് കംപ്ലൈന്റ്. മഴ തവളമല്ലേ, ഒറ്റയും ബഹളമൊക്കെ കേട്ടെന്നൊക്കെ ഇരിക്കും. നമ്മുടെ കൊള്ള സംഗീതം എടുത്തിട്ട് 5 വർഷമാകുകയാണ്. ഈ ദിവസത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കലാപരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ അവതരിപ്പിക്കണം. ആരാധന ശാന്തരാജ്. ഞാനൊരു ലാലേട്ടന്റെ സൗണ്ട് കേൾപ്പിക്കാം. ലൂസിഫർ. എന്റെ പകയിൽ നീ ബാങ്ക് റോബറി എന്ന കാര്യം പറഞ്ഞ ഇതാണ് കുളിത്തറ. സമയത്തിന്റെ എന്റെ പകയിൽ ഞാനും കൂടെ വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയാണ് കേട്ടോ. അവിടെയാണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷന്റെ കാര്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം ബോസിനെ എന്താണ് പോലീസുകാരെ കൊണ്ടോ ഇടിച്ചത്? എടാ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരുമായിരുന്നു. അവന്മാർ എന്റെ വണ്ടിക്ക് കൈ കാണിച്ചു. എന്നിട്ട് എന്നോടൊരു ചോദ്യം, വണ്ടിയിൽ എന്താന്ന്? ഞാൻ പറഞ്ഞു എന്റെ അമ്മയാണ്. അതിന് നിങ്ങൾക്ക് ഇടിക്കുന്നത്? എടാ, അവന്മാര് കേട്ടത് MD അമ്മയെന്ന്. ഒറ്റ കീർത്തന്നതാ. അത് പറഞ്ഞപ്പോഴാ നിന്നില്ല സംഘത്തിൽ കണ്ടില്ലല്ലോ. അത് ചോദിക്ക്. നമ്മുടെ പഞ്ചായത്ത് കുളത്തിൽ ആരാണ്ട് സോപ്പ് കലക്കുന്നുണ്ട്. അത് ആരാന്നറിയാൻ വേണ്ടി ഞാൻ പൊന്തക്കാട്ടി ഒളിച്ചിരുന്ന്. കുളിച്ചീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വൃത്തികെട്ടവനെ, കള്ളത്തരം പറഞ്ഞ് സംഘത്തിൽ നിന്ന് ലീവ് എടുക്കുന്നു. വൃത്തികെട്ടവനെ, നീ കണ്ടത് കണ്ടു, ഇവിടെ വന്നു വിളമ്പി. എന്നാ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു. ഇന്നലെ ഞാൻ ആവർത്തിക്കില്ല. പിന്നെ മിസ്റ്റർ വിക്രം,
ഇന്നലെ ഹൈജാക്ക് ചെയ്തോണ്ട് വരാൻ പറഞ്ഞ ഹെലികോപ്റ്ററോടെ നേരെ സേഫായി കൊയിലാണ്ടിൽ ഇറക്കിയിട്ടുണ്ട്. ആണ്ടടാ കൊണ്ടുപോയി ലാൻഡ് ചെയ്യാൻ പറഞ്ഞു കൊയിലാണ്ടി കൊണ്ടിറക്കിയേക്കണ്. എടാ ജഗ്ഗു, ഇവന്മാരോടൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? ബോസ് അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എടാ ഇവിടെ വരൂ. എടാ അവൻ എന്തോ കാര്യം പറഞ്ഞു. എന്താ എന്റെ പകയിൽ നീയല്ലേടാ യവനൊക്കെ വിളിക്കുമ്പോ പോവോളൂ. നീ അല്ലടാ പറഞ്ഞേ. എടാ ബോസടാ, സോറി. നീ ആണെങ്കിൽ കണ്ടത് കണ്ടു. ഇവിടെ എന്തിനാടാ നീ വിളമ്പുന്നത്? ആ ഡയലോഗ് നീ ഒന്ന് പറഞ്ഞ ഇനി ഒരിക്കലും പറയരുത്. ഡയലോഗ് തീർന്നു. ഇനി നീ ഇടാ. നിനക്കെന്തോ ജോലി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു? ബോസ് എനിക്കൊരു ജോലി വേണം ബോസ്. എടാ വല്ല വകുപ്പുണ്ടായിരുന്നു ഞാൻ വല്ല വാർക്കപ്പണിക്കും പോയേനെ. പ്രാരാബ്ധമാണ് ബോസ്, പ്രാരാബ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജോലിയുണ്ട് നിനക്ക് മൃഗശാലയില്. അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം. എടാ ആദ്യം യവന് ഞാൻ ജോലി കൊടുക്കട്ടെ. മൃഗശാലയിൽ ഒരു ജിറാഫ് ഉണ്ട്. നീ അതിന്റെ കാലിലൂടെ മെല്ലെ തളപ്പിട്ട് മേളിൽ കയറി അതിന്റെ മൂക്കിൽ ചെന്ന് 4 തൊള്ളി മരുന്ന് ഇങ്ങനെ ഇറ്റിറ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതെന്താണ് ആരോ പറഞ്ഞു കേട്ട് ജിറാഫിന് മൂക്കലിപ്പാണെന്ന്. ഒരു പാവപ്പെട്ട ജോലി വയ്ക്കുമ്പോ ഇങ്ങനെയാണ് പറയുന്നത്. നിനക്ക് ഞാൻ ജോലി തരാം. നിനക്ക് നാളെ തൊട്ട് പോസ്റ്റ് ഓഫീസിലാണ് ജോലി. ജോലിയാണ്. ആർക്കുമില്ല. ഞാൻ ഈ ജോലി ഇവനെ കൊടുക്കൂ. നിനക്ക് നാളെ മുതൽ പോസ്റ്റ് ഓഫീസിൽ ജോലി. രാവിലെ നീ പോസ്റ്റ് ഓഫീസിൽ ചെല്ലണം. നിനക്ക് നാക്ക് കണ്ടേ ഈ നിപ്പ് നീ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് എന്ന് പറഞ്ഞ് നിൽക്കണം. അവര് സ്റ്റാമ്പ് എടുത്തതിന്റെ ഉണ്ണാക്കിലോട്ട് കത്തുകൾ കൊടുത്തോളും. സ്റ്റീഫൻ പറയട്ടെ. ഞാൻ പിന്നെ പറയാം. ബോസ് അടുത്ത റോബറിക്ക് പോകുമ്പോൾ എനിക്കൊരു ലിസ്റ്റിൽ സ്റ്റീഫനെ വേണം. ആടാ ഞാൻ നിനക്ക് ഇനി പ്രൊഡ്യൂസറിനെ കൂടി കട്ടോണ്ട് തരാം. അതല്ലാണ ഇവര് ഈ പെണ്ണുകളിൽ ചുണ്ടത്ത് വെക്കണ സാധനം. ലിഫ്റ്റിക്ക് അങ്ങനെ പറയോ? അങ്ങനെ പറയുള്ളൂ. പിന്നെ ബോയ്സ് നിങ്ങൾ എല്ലാരും ഇവനെ കണ്ടുപിടിക്കണം. യവന് സംഘത്തിൽ നിന്ന് 10 പൈസ കൊടുത്തില്ലേലും അവന്റെ അപ്പൂപ്പൻ അവൻ സ്വർണ്ണപ്പല്ലി മേടിച്ചു കൊടുത്തു. ആണോടാ? ദൈവദോഷം പറയത്. ആ കിളവൻ പല്ലി കേൾക്കാത്തതിന് ഞാനെന്തോ ചെയ്ത്. അപ്പൊ അത് മഞ്ഞപ്പല്ലായിരുന്നു. എനിക്ക് നിന്നോടൊക്കെ കൂടി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആരാണ് സംഘത്തിൽ കിടന്ന കരടിനെ തുറന്നു വിട്ടത്? ആ കരടിനെ ആരും തുറന്നു വിട്ടല്ല. പട്ടിണിയാണെന്ന് സഹിക്കാൻ പറ്റാതെ ആ കരടി കമ്പിയുടെ ഇടവഴി ഇറങ്ങിപ്പോയതാണ് ഞാൻ കണ്ട്. ശരി, എല്ലാരും വരൂ. നമുക്ക് നാളത്തെ ബാങ്ക് റോബറി പ്ലാൻ ചെയ്യാം. ഈ വിവരം നമ്മൾ 4 പേരും കൊണ്ടാലും വേറെ ആരും ഈ കാണുന്ന ഇതിന് പുറകിൽ ഒരു മതിലുണ്ട്. അത് നീ ചാടി കിടക്കണം. അവിടെ ഇഷ്ടം പോലെ ആൺപട്ടികളും പെൺപട്ടികളും ഉണ്ട്. പേടിക്കണ്ട, കന്നിമാസമാണ്. പട്ടികളുടെ ഡ്യൂട്ടി ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി ശ്രദ്ധിക്കും. അവിടെ നേരെ ഞങ്ങളുടെ താവളത്ത് ബോസ് എന്റെ കൂട്ടുകാരെ എല്ലാരും ഹായ് കൊടുത്തേ. എന്താ വിക്രമ പരിപാടി? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയത്. ബോസ് എന്റെ ലൈവില് കേരള പോലീസ് ഹൈഡാ വരുവാടാന്ന് ഒരു ഹായ് കൊടുത്തേ. വലത് കാലം മുമ്പോട്ട് വയ്ക്കൂ, ഇടത് കാലം പുറകോട്ട് വയ്ക്കൂ. എന്റെ പകയിൽ നീ നീറിയൊടുങ്ങുമ്പോൾ ഞാൻ കേട്ടതാ. ഓക്കേ മാസ്റ്റേഴ്സ്, യെസ്. ആദ്യം തിരിഞ്ഞ് ഇവർക്ക് എത്ര കൗണ്ടർ മണി കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, തിരിഞ്ഞു നോക്കൂ. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? മാക്സിമം നമ്മളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ നോക്കി. അതുകൊണ്ടാണ് ഈ 22,000 നിങ്ങൾക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയൊക്കെ ഈ കൗണ്ടർ നമ്മൾ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ പോലെ നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ കൗണ്ടറുകളുടെ ഒരു കുറവാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് കുറവ് സംഭവിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഈ അമേച്ചർ നാടകങ്ങളൊക്കെ ചെയ്ത് ശീലമുള്ളവർക്ക് നാടക പരിശീലന ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പഠിപ്പിക്കും. മാക്സിമം ഏത് അറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയിൽ നിന്നിട്ട് നമ്മൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഓഡിയൻസിൻ്റെ ശ്രദ്ധ പോകുന്നവർ നമ്മളത് മാക്സിമം യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കളിക്കുന്നതിനിടയിൽ നമ്മൾ കവർ ചെയ്ത് നിൽക്കാൻ പാടില്ല. ഇപ്പം നിങ്ങളുടെ പെർഫോമൻസിൽ 2 പേര് നിൽക്കുന്നതിൻ്റെ ബാക്കിൽ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? നമ്മുടെ റെജിയുടെ പലപ്പോഴും എൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് ഓവർലാപ്പായിരുന്നു. ബാക്കിലാണ് റെജി വന്ന് നിന്നുകൊണ്ടിരുന്നത്. ഈ 2 ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ വന്ന് നിന്ന് കഴിഞ്ഞാണെങ്കിൽ അത്രയും സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വന്നാലും കവർ ചെയ്യാതെ നിൽക്കാൻ പറ്റും 2 പേര് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇനിയും വരും എന്നുള്ള നല്ല ബോധമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പക്ക ചേട്ടാ ഇക്ക പറഞ്ഞത് കേട്ടില്ല, അത് കൃത്യമായ കാര്യമാണ്, നമുക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഈ മീറ്റർ ഈ തട്ടേ കയറുമ്പോൾ ഈ മീറ്റർ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ചെറിയൊരു ധൃതി പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബസറും പുറകിലും മീറ്ററും ഉണ്ടല്ലോ, ഇത് എങ്ങനെയും തീർക്കണമല്ലോ എന്ന രീതിയിലേക്ക് ഒരു ഹറിബറി ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ 6 മിനിറ്റ് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഈ മീറ്ററോ ഞങ്ങൾ ഈ അടിക്കുന്നുണ്ടോ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട.
ടെൻഷൻ ഇല്ലാതെ ചെയ്യാം. പിന്നെ ഇതിനകത്ത് നല്ല നല്ല തമാശകളുണ്ട്, അത് കുറച്ചുകൂടി രജിസ്റ്റർ ആയിട്ട് പ്രസന്റ് ചെയ്ത് നന്നായിരിക്കും. അടിച്ച് പൊളിക്കുക അടുത്ത തവണ, ഗംഭീരാവും കേട്ടോ. അപ്പൊ എന്തായാലും ഇതിനൊക്കെ ഒരു തമാശ രീതിയിലും ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നമ്മുടെ ദേവി ചേച്ചി എങ്ങനെ എൻജോയ് ചെയ്തു എന്നുള്ളത് ചോദിക്കാം. ദേവി ചേച്ചി എൻജോയ് ചെയ്തോ? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഒരു ഗസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം അതൊക്കെയും ചേട്ടനും ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ ശരിക്കും ഒരു പ്രൊഫഷണൽ സ്കിറ്റ് കാണുന്ന ഒരു മൂഡ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കൗണ്ടർ മിസ്സായി പോയി കഴിയുമ്പോൾ ഒരു ടെൻഷനുണ്ട്. ഒരാളെ ഇച്ചിരി തെറ്റിച്ച് കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ ഒരു ചെറിയ ടെൻഷൻ വന്ന പോലെ എനിക്ക് തോന്നി. ആണോ? ശരിയാണോ? ശരിയാ. അയ്യോ അച്ചടാ. അല്ല പിന്നെ അതൊക്കെ പറഞ്ഞ പോലെ അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യണ്ട. ഒന്ന് പോയാൽ അടുത്ത ലൈവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലിപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ലിപ്പിന് അതിനുള്ള മ്യൂസിക് സപ്പോർട്ട് ഉണ്ട്, അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ട്വിങ് ടിങ് ടൗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ അതിന് അഡീഷണൽ ഗ്രേവി ഒക്കെ ആഡ് ചെയ്യും. പക്ഷെ ഒരു ലൈവ് ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള, അതിന് എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായാലും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ടാണ് നിങ്ങൾ വന്ന് എത്തിയിരിക്കുന്നത്, ബിഗിനേഴ്സ് ആയിട്ട് പോലും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനിയും കൂടുതൽ കൂടുതൽ നന്നാവട്ടെ. സാധാരണ വരുമ്പോഴേ ഈ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടല്ലേ വരുന്നത്, സ്വന്തമായിട്ട് പാട്ട് പാടിക്കാൻ. അതെന്നാ സംഭവം അറിയോ? നേരത്തെ ഞങ്ങൾ ഈ ഗന്ധർവന്മാർ ഇങ്ങോട്ട് വരാൻ നേരത്തെ പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഒരു രക്ഷയില്ലാതെ വന്നോണ്ടിരുന്നത്. ഇപ്പൊ കുറെ ടീമുകൾ ഇറങ്ങിയിട്ട് റൈറ്റ്സ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പാട്ടുമില്ല, ഒന്നുമില്ല, പാട്ട് പാടാൻ അറിയാൻ വേണ്ടി ഇങ്ങനെ ഒപ്പിച്ച് വെച്ചോണ്ട് ഇങ്ങനെ വിട്ടടിച്ച് വരുവാ ചെയ്യുന്നത്. റൈറ്റ്സിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. ചേട്ടൻ ആരാന്നൊന്ന് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. ആരാന്ന് ഞാൻ പറഞ്ഞു തരാനോ? നിങ്ങളെല്ലാം വിചാരിച്ച ഞാൻ ഈ പുകയെല്ലാം ആട്ടിക്കൊണ്ട് വന്നു ഞാൻ ഈ ഫ്ലോർ വെഞ്ചരിക്കാൻ വന്ന അച്ഛനാണെന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഗന്ധർവൻ. ആടാകാനും മയിലാകാനും തത്തയാകാനും പട്ടിയാകാനും ഷാപ്പിലെ പൂച്ചയാകാനും കഴിവുള്ളവൻ. ഷാപ്പിലെ പൂച്ചയോ? പിന്നെ എത്രയൊക്കെ ആകാമെങ്കിൽ പിന്നെ ഷാപ്പിലെ പൂച്ചയാവുന്നതിനാണ് കുഴപ്പം. ഞാൻ ഗന്ധർവൻ, ഗന്ധർവൻ, ഗന്ധർവൻ. ഇനി വന്ന കാര്യം പറയാവൂ. എടാ ഇറക്കാ, ഗന്ധർവൻ എന്തിനായി ഭൂമിയിലോട്ട് വരുന്നതെന്നറിയോ? ഇല്ല, സുന്ദരിയായ പെണ്ണുങ്ങളെ കറക്കി എടുക്കാൻ വേണ്ടിയാണ് ഗന്ധർവൻ വരുന്നത്. അപ്പൊ ചേച്ചി സേഫാ. ഇതാകളി. ശരിക്കും പറഞ്ഞാൽ ഈ ഗന്ധർവനോട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സുന്ദരിയെ കാണാനായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് വേറൊരു സുന്ദരി അവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സുന്ദരി ഞാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. സുന്ദരിയുടെ പേര് ദേവി, എന്റെ പാട്ടും ദേവി. ദേവി അപ്പൊ ഞാൻ വന്നപ്പോഴാണ് ആ സുന്ദരിയെ നോക്കണോ ഈ സുന്ദരിയെ നോക്കണോ, ആ സുന്ദരിയെ നോക്കണോ ഈ സുന്ദരിയെ നോക്കണോ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പിള്ളേരുടെ കോമഡി. എല്ലാ കിണ്ണം കോമഡി ആയിരുന്നു അറിയോ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ കോമഡി കണ്ട് ഞാൻ അകത്തല്ലെങ്കിൽ വീണുപോയി. സത്യം പറഞ്ഞാൽ ഇവർക്കുള്ള ആമാടപ്പെട്ടിയാട്ടാ ഞാൻ വന്നത്. പക്ഷെ ഇവർക്കത് കൊടുക്കുന്നില്ല. ഇവരല്ല ഇതിന് അർഹര്, നിങ്ങളാണ് ഇതിന് അർഹര്. ഇത് മൊത്തം കൊടുക്കണ്ട. 22,000 റുപ്പീസിന്റെ വേർത്ത് ഗോൾഡ് കൊടുത്താൽ മതി. ഒന്ന് മോനെ, നീ മാനത്തെ കാണുന്നിടത്ത് ഞാൻ മരത്തെ കാണുന്നവനാ. ഇത് വിറ്റാൽ 22,000 റുപ്പീസ് മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങോട്ട് മാറി നിൽക്ക്. സന്തോഷത്തോടു കൂടി ഗന്ധർവന്റെ ഇന്ന് വാങ്ങിയാലും. അപ്പൊ ഞാൻ ഇവരെ അങ്ങ് കൊണ്ടുപോവാ. ഇനി ഇവരുടെ പരിപാടി വിടും എറണാകുളത്തുള്ള എന്റെ ദേവലോകത്താണ്. അല്ല, ഈ ചേട്ടാ എറണാകുളത്താണോ ഇനി ദേവലോകം? എന്റെ കൊച്ച ദേവലോകത്തിനെക്കാട്ടിലും പോകെ എറണാകുളത്ത്. അപ്പൊ എറണാകുളമാണ് ഇനി എന്റെ ദേവലോകം. കമാൻ ദേവി. അപ്പൊ ഈ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാണ്. സ്റ്റേ ട്യൂൺ. ദേവി ചേച്ചി, നമ്മളിനി അടുത്ത കാണാൻ പോകുന്നതെന്ന് പറയുന്നത് താരവിളയാട്ടം എന്ന് പറയുന്ന സെഗ്മെന്റാണ്. ശരിക്കും പറഞ്ഞാൽ താരവിളയാട്ടത്തില് പല രീതിയിലുള്ള മിമിക്രി അല്ലെങ്കിൽ സ്പോട്ട് ഡബ്, പാട്ട് പാടുന്നവർ അങ്ങനെയൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഉണ്ടല്ലോ പല ടാലൻസും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് മാജിക്കും ഉണ്ട്, പിന്നെ മാജിക്കിൻ്റെ ഡാൻസ് ഉണ്ട്. അത് മാത്രമല്ല പുള്ളിക്കാരൻ്റെ ഈ ഒരു പെർഫോമൻസിന് പറഞ്ഞിരിക്കുന്നത് മൾട്ടി ടാലന്റഡ് പെർഫോമൻസ് എന്നാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ താരവിളയാട്ടം കാണാൻ പോകുന്നത്. നമുക്ക് കണ്ടു നോക്കാം അല്ലെ? പിന്നെന്താ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബാബു ലാൽ. പല്ലവി
അപശകുനം ഒരു മിഴിതളിൽ ശുഭശകുനം മറുമിഴിതളിൽ അപശകുനം വിരൽ മുന തഴുകും നവരാഗമേ വിരൽ മുന തഴുകും മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന സൂപ്പർ പൊളിച്ചടുക്കി മിസ്റ്റർ ബാബു ചേട്ടാ അമ്മ എന്റെ കൈ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ഇതൊന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് ചേട്ടന്റെ ചിരി, അതായത് തുടങ്ങിയപ്പോ മുതല് ആ ഫുൾ ചിരിയാണ് ഞങ്ങളെ പിടിച്ചിരുത്തിയത്. ഒപ്പം ഈ മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ ഒരു സംഭവത്തിന് ബലൂണാട്ട് നിലവാരം. ഈ ബലൂണാട്ട് നോർമലി നമ്മൾ കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്നായിരിക്കും നമ്മൾ പറയുന്ന ഏതാണോ അവർ ചെയ്തു തരാം. പക്ഷെ ഇത് കാണാണ്ട് ബാക്കിൽ നിന്നാണ് ചെയ്തത്. ഇത് എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്തെടുത്തത്? നോർമലി ഞാൻ ബലൂണാട്ട് ചെയ്യുന്ന ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. പിന്നെ ഇപ്പൊ ഈ ബലൂണാട്ട് ചെയ്യാൻ തുടങ്ങിയത് കുറെ വർഷമായോ? കുറച്ച് നാളായി. കുറച്ച് നാളെ. ഇത് എങ്ങനെയാ ബർത്ത്ഡേസ് അങ്ങനത്തെ സ്പെഷ്യൽ ഫംഗ്ഷൻസിനാണോ അതോ വീട്ടിൽ കൊച്ചിന് ചെയ്തു കൊടുത്തതാണോ? ഇതെങ്ങനെ ഇതിന്റെ കഥ? ബർത്ത്ഡേ ചെയ്യുന്നുണ്ട്, വെഡിങ്ങിന് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. കണ്ടുപഠിക്കുന്നതാണോ? കണ്ടുപിടിക്കണ യൂട്യൂബിൽ പഠിക്കുകയാണ്. ഓക്കെ, ഗംഭീരം ഗംഭീരം. നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു മാസ്റ്റേഴ്സ് ഈ ഒരു പെർഫോമൻസ്? നന്നായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് പറയോ, ആ സാധനം കാണിച്ചടാ, താറാവ്. ആദ്യമായിട്ട് ഒരു കോഴിയുടെ കയ്യിൽ താറാവിന് ആണ് ഭയങ്കര. ശരിക്കും നാദിക്ക് കൊടുക്കാൻ പോയിട്ട് പിന്നെ മാറി അങ്ങോട്ട് കൊടുത്തു. അല്ല അങ്ങനല്ല, ആ കുട്ടി അല്ല മറ്റേ കുട്ടിക്ക് ഒരു കുതിരേനെ ഉണ്ടാക്കി തന്നില്ലേ? ഇത് കുതിരയാണോ? ഇത് എന്താ പപ്പി? ഞങ്ങൾ ഇവിടെ നിന്നപ്പോ കുതിരയാന്ന് വിചാരിച്ചു. അപ്പൊ കഴുതയുടെ അടുത്ത് കുതിര, അയ്യോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. ഒരെണ്ണം പോലെ ഇക്കൊക്കെ കൊടുത്തില്ല. കാരണം എന്താന്നറിയാം, ഇതെല്ലാം ആണ്. ഇത് ഗോൾഡൻ മൊമെന്റ് ആണ് ഞങ്ങളുടെ നേരത്തെ ആ ഗോൾഡൻ. ഗംഭീര പ്രകടനമായിരുന്നു, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾ എവിടെ പോയാലും എന്താ പറയുന്ന മനസ്സ് കീഴടക്കുന്ന കുട്ടികളുടെ ആയിരിക്കും. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല ഡാൻസ്, നല്ല മൂവ്മെന്റിലാണ് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് ചിരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണെങ്കിലും നല്ല രജിസ്റ്റർ ആയിട്ട് നല്ല രസമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ വിഷമമുള്ളത്, കാർട്ട് കൊണ്ടൊന്ന് അവിടെ കൊടുത്തു, അത് അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് പിന്നെ സാരമില്ല, ഞാനൊരു കുട്ടി ആയതുകൊണ്ട് എനിക്ക് തന്നു.
ശരി, അപ്പൊ ഹാർട്ട് കിട്ടിയ ദേവി ചേച്ചിക്ക്. അല്ല, എനിക്കിത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ ബാബു ചേട്ടാ. താങ്ക് യു സോ മച്ച്. കാരണം ഇത് കുറെ കിട്ടിയ കാരണം ഇതിനൊരു പുതുമയില്ല. ഇല്ലില്ല, പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാ. പിന്നെ ഓക്കെ, അപ്പൊ എന്തായാലും ദേവി ചേച്ചിക്ക് പെർഫോമൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഡാൻസും ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിൽ ഇപ്പൊ ഒരു ഡാൻസ് ഒരു ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഡാൻസിന്റെ മൂവ്മെന്റ്സ് ഭയങ്കര ഗ്രേസ് ആയിരുന്നു. കാരണം കട്ട് ചെയ്ത് വെറുതെ അതിങ്ങനെ ഒഴുകി നടക്കുക. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഡാൻസ് ചെയ്താ മാജിക് ഏതാന്ന് നമുക്ക് ഭയങ്കര ആകാംക്ഷ. ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത ഏത് വരും എന്നുള്ള ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. പാട്ടുകളാണെങ്കിലും സെലക്ട് ചെയ്ത പാട്ടുകൾ നമ്മൾ ചില മാജിക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുന്ന മ്യൂസിക്കാണ്. പക്ഷെ ഇത് വളരെ ലൈറ്റായിട്ട് സ്വീറ്റ് ആയിട്ടുള്ള പാട്ടുകളും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ ഹാർട്ടിന് സ്പെഷ്യൽ താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ചളിയൊക്കെ അടിച്ച് തീർന്നെങ്കിൽ നമുക്ക് അടുത്ത സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കാം. അതെ, റേറ്റിംഗ് എത്ര കൊടുക്കും? അതെ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ എത്ര നക്ഷത്രങ്ങളാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. അദ്ദേഹത്തിന് കൊടുക്കാൻ പോണ 1 സ്റ്റാർ അല്ല, 2 സ്റ്റാർ അല്ല, പിന്നെയോ 3 സ്റ്റാർ. 3 സ്റ്റാർ. സൂപ്പർ. 3 സ്റ്റാർ ആണ് ലഭിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഇന്ന് മുതൽ അറിയപ്പെടാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ 3 സ്റ്റാർ ആർട്ടിസ്റ്റ് ആണ് ബാബുലാൽ. അപ്പൊ ഇനി ഒരുപാട് ഷോകളൊക്കെ കിട്ടണം. ഓക്കെ, പൊളിക്കും നമ്മള്. നാദിക, പ്ലീസ് ജോയിൻ us. മാസ്റ്റേഴ്സിന്റെ 3 സ്റ്റാർ ആർട്ടിസ്റ്റ് ആയിട്ട് അറിയപ്പെടട്ടെ. കൺഗ്രാറ്റുലേഷൻ. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. താങ്ക് യു സോ മച്ച് ചേട്ടാ. വീണ്ടും നമ്മൾ കാണും. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായിരിക്കാണ്. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് കോമഡി മാസ്റ്റേഴ്സ്. എന്റെ കർത്താവേ, ഇന്ന് രണ്ടിലൊന്ന് അറിയണം. ഒന്നീ ഒരു ജീവിതം ജാൻസി ആയിട്ടുള്ള അവളെ വിളിച്ചിറക്കിക്കൊണ്ട് ഞാൻ പോവും. അതിനുവേണ്ടിയാണ് ഈ കടുങ്കൈ മൊത്തം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് ഞാൻ ചാവും. ദൈവത്തിനാണ് അത്യം. അവരച്ചായന്മാരെ കൈ നിടികൊണ്ട് ചാവുന്നതിന്റെ കൈ നല്ലതാ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് ചാവുന്നത്. ഈ ബോംബ് പൊട്ടിത്തെറിച്ച് ചത്ത പള്ളി വന്ന് ഞാൻ 101 മെഴുകുതിരി കത്തിച്ചേക്കാവേ. കർത്താവേ കാത്തുകൊള്ളണേ. ജാൻസി ഇന്ന് എന്റെ കൂടെ വരണേ. ജാൻസി, എടി ജാൻസി, നിന്റെ സോളമേച്ചാ വന്നീ. ഇറങ്ങി വാടി, നമുക്കൊരു ജീവിതം തുടങ്ങാം. ജാൻസി, നീ ഇറങ്ങി വാ. ജാൻസി ഇത്ര പെട്ടെന്ന് വയസ്സായോ വീട്ടിൽ കിടന്ന്? ജാൻസി അല്ല, അവിടെ അമ്മച്ചി പുലിക്കാട്ടിൽ ത്രേസ്യാമ. നീ ആരടാ? നിങ്ങളുടെ മോളെ ജാൻസിയെ സ്നേഹിക്കുന്നവനാ സോളമൻ. കെട്ടവനെ വീടിന്റെ മുറ്റത്ത് വന്നു കുരയ്ക്കുന്നോടാ നീ? കൂടുതൽ അടുത്തേക്ക് വരല്ലേ. ഈ വയർ 2 ഞാൻ ഷോട്ട് ചെയ്തോണ്ടല്ലോ, എല്ലാരും കൂടെ നിന്ന് കത്തും. ബോംബൊന്നും കാണിച്ച് ഈ ത്രേസ്യ നീ പേടിപ്പിക്കണ്ടടാ. ജാൻസി മാത്രമല്ല, പുലിക്കുട്ടികളെ പോലെ 2 ആമക്കളുണ്ടടാ എനിക്ക്. എല്ലാത്തിനെയും ചുട്ടട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്നാ പിന്നെ കാണണമല്ലോ. ജാൻസിയെ പറഞ്ഞു വിട്. മാതാ, എടാ മാതാ. എന്നാ വിളിച്ചേ? എന്താടാ ഇത് എപ്പോഴും നിനക്ക് തീറ്റയുള്ളൂടാ? എന്റെ അമ്മ മഞ്ചനായ വല്ലതും കഴിക്കണ്ടേ? എടാ നിന്റെ പെങ്ങളെ കെട്ടണമെന്ന് പറഞ്ഞോണ്ട് നിന്ന് കുരയ്ക്കുന്നതാ ഇവൻ. അപ്പൊ ഞാൻ കാണിച്ചേടാ. നീ എവിടെ പോന്ന അങ്ങോട്ട്? എന്റെ അമ്മ കഴിച്ചോണ്ടിരുന്ന ആ ചോറെടുത്ത് മൂടി വെക്കട്ടെ, അല്ലെന്നുണ്ട് ആ മീൻ പൊരിച്ചത് ആ കള്ളിപ്പൂച്ച എടുത്തോണ്ട് പോകുന്നു. എടാ നിന്റെ മീൻ പൊരിച്ചത് പൂച്ച എടുക്കുന്ന ആളാ നിനക്ക് കുഴപ്പം, അതോ ഇവൻ നിന്റെ പെങ്ങളെ കെട്ടിക്കൊണ്ട് പോകുന്ന ആളാ നിനക്ക് പ്രശ്നം? അത് ശരി, ഞങ്ങളെ തറവാട്ടിൽ കയറി വന്നിട്ട് നീ വെല്ലുവിളിക്കുക മോനെ. ഇന്ന് ഇവനാണ്ടല്ലോ നിന്നെ. അമ്മ ഇത് കണ്ടോ? അമ്മ അവന്റെ ദേഹത്തില് ബോംബ് വെച്ചേക്കുവന്ന്. എടാ അതിനെന്താടാ? എന്റെ അമ്മയ്ക്ക് അറിയത്തില്ല, ഈ ബോംബൊക്കെ എനിക്ക് അലർജി. എന്റെ ദേഹത്തോട്ട് എനിക്ക് ചൊറിയും. അതുകൊണ്ട് ബോംബെ പോലും പോകാതെ ഞാൻ എടാ നിന്റെ അപ്പച്ചനുണ്ടല്ലോ പുലിക്കാട്ടി തോമാച്ചൻ, ഒരു ബോംബിന്റെ മുന്നിൽ ഒരു വെടിയുണ്ടയുടെ മുന്നിൽ പിന്മാറിയിട്ടില്ലടാ. നെഞ്ച് വിരിച്ച് നിന്നിട്ടേ ഉള്ളു. എന്നിട്ടാണ് ആ കൊക്കിനെ വെടിവെക്കാൻ വേണ്ടി വന്നവന്റെ ഉന്നം തെറ്റി പുള്ളിയുടെ നെഞ്ചത്ത് ഉണ്ട നിറച്ച് കയറിയല്ല പുള്ളി ചത്തത്. തോന്നിയാസം പറയുന്നോ? അല്ലേലും അല്ല, കറക്റ്റ് കാര്യം പറയാൻ നേരത്തെ അമ്മച്ചിക്ക് ഇച്ചിരി ഒത്തിരി കൂടുതലുള്ള. കൂടുതൽ കിടന്ന് സംസാരിക്കാതെ ജാൻസി ഇറക്കി വിട്, അല്ലെങ്കിൽ ഞാൻ ഇത് വിട്ടിട്ട് പൊട്ടിക്കും. ഇവനെ പോലെ പേടിത്തൊണ്ടനല്ലടാ, സിംഹക്കുട്ടിയെ പോലെ ഒരുത്തന്നെ എനിക്ക് ഉണ്ടടാ. ഒരു പുലി വന്ന് ഞാൻ കണ്ട് ചവച്ചോണ്ട്, അതേപോലെ ആയിരിക്കും അടുത്ത സിംഹം. അവന്റെ ഗർജനം കേട്ടാ നീ ഞെട്ടൂടാ. ഞൊട്ടും. പോത്താ, എടാ പോത്താ, പോത്താ.
എന്റെ അമ്മ ഇവൻ ഈ ബോംബും കത്തിച്ച് പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്ന അവൻ ആ മുകളിൽ നിന്നെങ്ങാണ്ട് കണ്ടു കാണും. അവൻ മുങ്ങിക്കാണ് ഈ പഞ്ചായത്തിൽ നിന്ന്. അല്ല പിന്നെ ഒറ്റ വിളിക്കാൻ ചാടി വീഴുന്ന അവൻ. നിന്നെ പോലല്ലടാ എന്റെ പോത്തൻ. അവൻ വരുവടാ, അവൻ സിംഹമായിട്ട് വരുവടാ. പോത്താ! എന്നെ അമ്മ എടാ പോത്താ, ഇവൻ നിന്റെ പെങ്ങൾ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ അരേ ബോംബിരിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവന് പേടിയുണ്ട്, അവന് പേടിയുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ അന്നേരം പറഞ്ഞല്ലേ ഇവൻ മേളിലിരുന്നിട്ടെല്ലാം കണ്ടവൻ മുങ്ങാൻ നിൽക്കുമായിരുന്നു. എടാ ബോംബുണ്ടെന്ന് പറഞ്ഞ് നീ ഇപ്പൊ കക്കൂസി പോകാൻ പോകുന്ന എന്തിനാ? ഞാൻ കക്കൂസി പോകുന്നല്ലെന്ന്. പിന്നെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചവന്റെ ബോംബ് അങ്ങ് നിർവീര്യമാക്കിയാലോ? പോത്താ ചുമ്മാതാണോടാ നിന്നാ പോത്താന്ന് വിളിക്കാം. വെളിവ് കെട്ടവന്നെ ഈ വെള്ളം എടുത്ത് ബോംബിനകത്തോട്ട് ഒഴിച്ച് ഈ വയറെല്ലാം കൂടെ ഷോർട്ടായി എല്ലാം കൂടെ നിന്ന് കത്തുകൂടെ. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ അവളെ ഇറക്കി വിടുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരുന്നു? ഇങ്ങോട്ട് വരാനാ ജാൻസി, ഇറങ്ങി വാ ജാൻസി, നമുക്ക് പോവാം ജാൻസി. സൂക്ഷിച്ചു പോകുമ്പോ വയറ് ഷോട്ടായി അപ്പ പൊട്ടും. അയ്യോ കണ്ട അവള് വന്ന് കണ്ടോ അമ്മച്ചി, എന്റെ സോളച്ചന്റെ സ്നേഹം കണ്ടോ? എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടോന്ന് നോക്ക്. ഇനിയെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാം അമ്മച്ചി. വേണ്ട പോലെ ആ തള്ള ജീവിപ്പിക്കണ്ട. എല്ലാവർക്കും ഇവിടെ പൊട്ടിത്തെറി ചാവാൻ പറ്റത്തില്ല. എന്നെ ബാ ഗ്രൂപ്പായിട്ട് വരിക. അങ്ങോട്ട് നിനക്ക് കെട്ടിച്ചൊക്കെ തരാം. പക്ഷെ ആദ്യം ആ ബോംബ് അടിച്ച് മാറ്റാൻ പറയാൻ സോളച്ച മാറ്റി. സോളച്ച എന്നെ പഞ്ഞിക്കിടാനാണോ പിന്നെ ബോംബ് അടിച്ച് മാറ്റിയതിനു ശേഷം? ഇല്ല, ഇനി സോളച്ചന്റെ ദേഹത്ത് തൊട്ട ഞാൻ ചത്തളയും. അല്ല ബോംബ് അടിച്ച് മാറ്റാൻ ഞങ്ങളൊന്നും ചെയ്യൂല. ദൂരെ എവിടെങ്കിലും പോട്ടെ. എവിടെയാണ് ഒതുക്കി പോയത്? എനിക്കൊരു ആവശ്യം വേണ്ടി വരും. പറ അതിന് പറ ഞങ്ങളുടെ കാര്യങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നോ ഞാൻ പറയാം. പുലിക്കാട്ട് തറവാട്ടിൽ വന്നിട്ട് പെണ്ണാലോചിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണോ? നിനക്ക് കുടുംബ മഹിമയുണ്ടോ? ഭൂസ്വത്തുണ്ടോ? സമ്പത്തുണ്ടോ? അതിലും വലിയൊരു സ്വത്ത് എനിക്കുണ്ട്. വിദ്യാഭ്യാസം. എടാ 4ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടക്കുന്ന ഇവന്റെ ചായക്കട ജോലിക്ക് നിൽക്കുന്നവൻ BA-കാരൻ. അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. ഞാൻ കുറഞ്ഞ ആളല്ല, ഞാൻ MA-കാരനാ. ഓഹോ, MA-കാരൻ വലിയ സംഭവം. നീ MA-കാരാണെങ്കിൽ ഞാൻ എന്റെ പെങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചേക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയാണെന്ന് അറിയാമോ? അവൻ MD MA-കാരനാണ്. എടാ MDMA എന്ന് പറഞ്ഞ നല്ല ഒന്നാന്തരം മയക്ക് വരുന്നാടാ. അതുപോലും ബോധമില്ലാത്ത ഈ കുടുംബത്തിന് ഞാൻ ഇവിടെ സ്റ്റേജ് പോയത് കൊണ്ട് കെട്ടുക, അല്ലെങ്കിൽ കുടുംബത്തിലെ വന്ന് കയറത്തില്ലായിരുന്നു. ശരി, എന്റെ മോളെ നിനക്ക് കെട്ടിച്ചേരാം. പക്ഷെ നീ ആദ്യം ഒരാണാന്ന് തെളിയിക്കണം. അല്ല, അത് കെട്ടിക്കഴിഞ്ഞാലല്ലേ അത് തെളിയിക്കാൻ പറ്റും. അതല്ല അങ്ങനെ അമ്മച്ചി ഉദ്ദേശിച്ചത്. നീ ആണാണെന്ന് ഞങ്ങളെ ഒന്ന് തെളിയിച്ച് കാണിക്കണം. നിങ്ങൾ മാത്രം എന്താ പിന്നെ എങ്ങനെ തെളിയിക്കാനാണ് പറയണേ? എടാ എന്റെ മാത്രമേ കള്ളുകൂടി നീ തോപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നീ ഒരാണാണെന്ന് ഞാൻ പറയും. എന്റെ പെണ്ണിനെ നിനക്ക് കെട്ടിച്ചും തരും. അല്ല അങ്ങനെ കള്ളു കുടിക്കും. ഞാൻ കള്ളൊന്നും കുടിക്കത്തില്ല. എടാ ഈ വീട്ടിലെ പെണ്ണുങ്ങൾ വരെ കള്ളു കുടിക്കുമല്ലോടാ. എന്റെ പെണ്ണിന് വേണ്ടി ഞാൻ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കും. എന്റെ ആണത്വത്തെ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു. ഇനി കള്ളുകൂടി മത്സരം. അതെ, ആയിക്കോട്ടെ. ഇതാ ഇവിടെ ഒരു പ്രണയ സാക്ഷാത്കാരത്തിന്റെ കള്ളുകുടി മത്സരം ആരംഭിക്കുകയാണ്. ഇവിടെ പ്രണയവും അഭിമാനവും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. കള്ളുകുടി മത്സരം ആരംഭിക്കട്ടെ. അച്ചി വീട്ടിൽ വന്നിരുന്നടിക്കുന്നു സോളമൻ. നമ്പർ 2. മാത്തനാണോ അതോ സോളമനാണോ ഈ ഗെയിമിൽ ജയിക്കുന്നത്? നമുക്ക് കാണാം. ഇത് കാണുക. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. മത്സരം കണ്ടോണ്ടിരിക്കണം. ഒട്ടും പിന്നിലല്ലാതെ നമ്മുടെ മാത്തച്ചാൻ അടിക്കുന്നു. കോപ്പർ നമ്പർ 4. അടിച്ചുകൊണ്ട് മത്സരം കൊടുക്കട്ടെ. സോളമൻ
എടാ, നീ എന്നാ പരിപാടിയാണ്? നമ്മുടെ കുടുംബത്തിന്റെ വില പോയില്ല. പട്ടി കരയണ പോലെ കരയണ ആ പട്ടി. എന്നത് പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞു കൊടുക്കുന്നു. അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ? എന്താ ഈ മദ്യ സൽക്കാരം വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ മാറിക്കടാ. എനിക്ക് ഇവരോട് 2 വർഷം. ആരോട്? അമ്മച്ചി. എന്താടാ അമ്മച്ചി ഇവിടെ അടുത്തുണ്ടല്ലോ. അമ്മച്ചിയുടെ മൂത്ത മകൻ അവൻ പാലാപ്പള്ളി പോവാന്നും പറഞ്ഞോണ്ട് ഇവിടുന്നുള്ള കുറെ പൈസ എടുത്തോണ്ട് പോകില്ല എല്ലാ മാസവും കൂടെ. അവൻ എവിടെ പോകുന്ന അലിച്ച് നടക്കുന്നു. ഇവൻ ഗോവയിൽ ചെന്ന് അവിടുത്തെ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കാൻ പോകുന്നവൻ അറിയോ? നീ പറ. മക്കളെ എനിക്ക് എന്താടാ? നമ്മുടെ ഈ പഞ്ചായത്തുകളെ മൂടിയത് പഞ്ചായത്തുകാരല്ല, പിന്നാരാ? ഇവന്റെ കുളിച്ചി നോട്ടം കാരണം കേരള സർക്കാർ നേരിട്ട് വന്ന് മൂടിയാണ്. അത് ഞാൻ പറയൂടാ, അത് ഞാൻ പറയും. എങ്ങനെയുണ്ട്? എന്റെ 2 മക്കളും പെഴയാണല്ലോടാ. മക്കളെ കെട്ടിച്ചു വിടണം തള്ളേ. നിന്നെ ഞാൻ കാണിച്ചരാടാ നിന്നെ. അമ്മ അത് ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാരും എന്റെ മക്കള് കേക്കാൻ വേണ്ടിട്ട് അമ്മച്ചി പറയുവാ. ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നിങ്ങളുടെ 3 പേരും കെട്ടുകല്യാണം ഈ ഇടവക്കാര് നോക്കി നിൽക്കുക. അമ്മച്ചി നടത്തോടാ, അമ്മച്ചി നടത്തോ. ഇപ്പോഴല്ല, നേരത്തെ കള്ളുകൂടി തുടങ്ങണമായിരുന്നു. അമ്മച്ചി കള്ളുകൂടിയുടെ കെട്ടി വീടുമ്പോഴത്തേക്ക് ഇത് മാറ്റി പറയരുത്. ഞാൻ പറഞ്ഞേക്കാം. അമ്മച്ചിക്ക് ഒറ്റ വാക്കിയോളടാ, ഒറ്റ വാക്ക്. നിങ്ങളുടെ 3 പേരും കെട്ടുകല്യാണം അമ്മച്ചി നടത്തോടാ. ഇപ്പോഴാണ് അമ്മച്ചി ശരിക്കും ഒരു അമ്മച്ചിയായത്. അമ്മയൊന്നും താങ്ങിക്കും. മാത്താ പോത്താ അമ്മച്ചി പോകെ. മാത്താ അമ്മച്ചി പോകെ. അമ്മച്ചി അമ്മച്ചിയുടെ പോത്താ. 2 ഉണ്ടമ്മ. കള്ളുടിയൊക്കെ കഴിഞ്ഞ് വേറെ എന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കല്യാണത്തിന് വന്നാൽ മതി. ഇനി കണ്ടോടി, കള്ളു കുടിച്ചാൽ സാധാരണ കുടുംബങ്ങൾ വഴിയാധാരാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കള്ളു കുടിച്ചത് കൊണ്ട് ഒരേ കുടുംബങ്ങൾ ഒന്നാവുകയും ചെയ്യുന്നു. നിന്റെ അച്ചായന്മാരുടെ കല്യാണം ഓസിന് നടക്കുകയും ചെയ്ത്. മാത്രമല്ല ഞാൻ ആണാണെന്ന് തെളിയിക്കാനും പറ്റി. നിന്റെ അച്ചായന്മാരെ ഞാൻ കള്ളു കുടിച്ചു തോൽപ്പിച്ചു. എന്റെ അച്ചാച്ചമാരെ നിങ്ങൾ കള്ളു കുടിച്ച് തോപ്പിക്കാനോ? അതിന് നിങ്ങൾ ഒരു ജന്മവും കൂടി ജനിക്കണം. നിങ്ങൾ കുടിച്ചതേ നല്ല തനി നാടൻ പാല. എന്റെ അച്ചാച്ചമാര് കുടിച്ചത് നല്ല തനി കള്ള. അതാണോ നീ എനിക്ക് ഒഴിച്ചു തന്നത്? അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ കള്ളം കാണാൻ കുടിച്ചിരുന്നെങ്കിൽ അതോ ഗതി. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max.